ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51 അധ്യായം 10 തിരുവചനം. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ പാപത്തെക്കുറിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ ദാവീദ് തന്നെ ന്യായീകരിക്കുകയോ കുറ്റം മറച്ചു വയ്ക്കുകയോ ചെയ്തില്ല. പകരം അദ്ദേഹം വിനയത്തോടെ ദൈവമുമ്പാകെ സ്വയം താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. പാപമെന്നത് കേവലം പുറമേയുള്ള പ്രവർത്തികൾ മാത്രമല്ല, അത് ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് ദാവീദ് മനസ്സിലാക്കിയിരുന്നു. യേശു ഇതേ സത്യം തന്നെ പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 15 അധ്യായം 19 തിരുവചനം. ദുശ്ചിന്ത, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതിനാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ പോരാട്ടം നടക്കുന്നത് മനുഷ്യ ഹൃദയത്തിനുള്ളിലാണ്. ഹൃദയം നിർമ്മലമെങ്കിൽ ജീവിതവും നിർമ്മലമാകും. ഹൃദയം കലുഷിതമെങ്കിൽ അത് ജീവിതത്തെ ബാധിക്കും. നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയങ്ങളെ പുതുക്കുന്നതിനായി സഭ 3 പ്രധാന ആത്മീയ പ്രവൃത്തികൾ നമുക്ക് നൽകുന്നു: പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നു. ഉപവാസം നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാനും സ്വാർത്ഥതയെ ജയിക്കുവാനും സഹായിക്കുന്നു. ദാനധർമ്മം മറ്റുള്ളവരോടുള്ള, പ്രത്യേകിച്ച് ദരിദ്രരോടും കഷ്ടപ്പെടുന്നവരോടുമുള്ള സ്നേഹത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുന്നു. ഈ പ്രവൃത്തികളിലൂടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ സാവധാനം ശുദ്ധീകരിക്കുന്നു. സങ്കീർത്തനം 51:17 ഈ മനോഹരമായ സത്യം നാമെ ഓർമ്മിപ്പിക്കുന്നു: ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. വിനയമുള്ളതും അനുതപിക്കുന്നതുമായ ഹൃദയത്തെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. നാം എത്ര തവണ വീണുപോയാലും നമ്മോട് ക്ഷമിക്കുവാനും നമ്മെ പുനഃസ്ഥാപിക്കുവാനും ദൈവം എപ്പോഴും തയ്യാറാണ്. ഓരോ ദിവസവും പ്രഭാതത്തിൽ കർത്താവേ, എന്നിൽ പുതിയ ഒരു ഹൃദയം സൃഷ്ടിക്കണമേ എന്ന ലളിതമായ പ്രാർത്ഥനയോടെ വേണം നമ്മുടെ ജീവിതം ആരംഭിക്കുവാൻ. നമ്മുടെ ചിന്തകൾ നിർമ്മലവും വാക്കുകൾ ദയുള്ളതും പ്രവൃത്തികൾ സ്നേഹമുള്ളതുമായിരിക്കുവാൻ നാം ശ്രമിക്കണം. കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ നമ്മെ തന്നെ രൂപപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ലോകത്തിൽ ക്രിസ്തുവിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ജീവസുറ്റ സാക്ഷികളായി മാറുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.